നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏയ് നന്ദിനി, താനെന്തൊന്നും പറയാത്തേ? എന്തുപറ്റി? അസുഖം വന്നപ്പോ കിളി പോയാ? നന്ദിനി, നന്ദിനി എഴുന്നേറ്റ്. താൻ എന്തേ കാണിക്കുന്നേ? നന്ദിനി എഴുന്നേറ്റ്. എന്തേ കാണിക്കുന്നു? എഴുന്നേറ്റ് ഇവിടെ. താൻ എന്താണോ ഈ കാണിക്കുന്നത്? ഞാൻ ആരാ സർ? സാറടിക്കുന്ന ഉയരത്തിൽ നോക്കുമ്പോ ഒരു പുഴുവിന്റെ വലിപ്പം പോലും ഇല്ലാത്തൊരാള്. കൂടെ ഉള്ള ഒരാൾക്ക് അസുഖം വന്നാല് ഇതൊക്കെ ആരും ചെയ്യുന്നല്ലേ? ആരത് നിന്റെ കൂടെ ഇരുന്നില്ലേ? അച്ഛൻ ഇരുന്നില്ലേ? അതുപോലെയല്ലേ ഞാനും. അവരാരെങ്കിലും അമ്പലത്തിന്റെ നടയിൽ പോയി ഭിക്ഷ എടുത്തോ? തന്നോട് ഇതാരാ പറഞ്ഞപ്പോ? എന്നോട് എല്ലാരും മറച്ചു വെച്ചു. കുറച്ചുമ്പ് അച്ഛൻ പൂജാമുറി വെച്ച് പറയാൻ പോയപ്പോ യതീന്ദ്രൻ സാറ് തടഞ്ഞു. പക്ഷെ എനിക്കറിയായിരുന്നു സർ. അന്ന് സാർ അമ്പലത്തിന്റെ നടയിലിരുന്നപ്പോ പത്മ മാഡം വന്ന് യതീന്ദ്രൻ സാറിനോട് ദേഷ്യപ്പെട്ടു. അപ്പോഴാ ഞാൻ കേട്ടത്, സാറിനെ പോലൊരാള്, ഇത്രയും സമ്പത്തുള്ള ഒരു മനുഷ്യൻ എന്നെ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തിക്ക് വേണ്ടി. നന്ദിനി, ഒന്നിനും കൊള്ളാത്തോളൊന്നും പറയരുത്. വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി ചെന്നിരുന്നല്ല ഞാൻ. തന്നെ